everyone, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എൻ്റെ പേര് തനുജ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും റെഡി അല്ലേ? ഉഷാറല്ലേ? നമുക്ക് കൂടുതൽ ഇൻട്രോ ഒന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ക്വസ്റ്റൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ പറയുന്നത്? മെനി റൈബോസോംസ് മേ അസോസിയേറ്റ് വിത്ത് എ സിംഗിൾ mRNA ടു ഫോം മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എ പോളിപെപ്റ്റൈഡ് simultaneously. Such strings of ribosomes are termed as. So question നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. ഒരു mRNA ഉണ്ടെങ്കിൽ, ഓക്കെ, ഇതെന്താ സാധനം ഞാൻ ഇപ്പോൾ വരച്ചത്? mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA. ഓക്കെ, ഒരു mRNA ഉണ്ടെങ്കിൽ ആ mRNAയിൽ തന്നെ ജസ്റ്റ് എന്താ പറയുക, ഒരൊറ്റ റൈബോസോം മാത്രം വന്ന് ബൈൻഡ് ചെയ്ത് ഒരൊറ്റ പ്രോട്ടീൻ, നിങ്ങൾക്കറിയാമല്ലോ റൈബോസോമിൻ്റെ മെയിൻ ഫംഗ്ഷൻ പ്രോട്ടീൻ ഉണ്ടാക്കലാണ്. സോ ഒരൊറ്റ റൈബോസോം മാത്രം വന്ന് ബൈൻഡ് ചെയ്ത് അവിടെ ചുമ്മാ എന്താ പറയുക, ഒരൊറ്റ പ്രോട്ടീൻ മാത്രം ഉണ്ടാവുന്ന സംഭവമാണോ നടക്കുന്നത്? എപ്പോഴും അങ്ങനെ ആയിരിക്കും നടക്കുന്നത്? എടാ, ഒരിക്കലും ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണോ നമ്മളെ ബോഡിയിൽ നടക്കുന്നത്? അല്ല. പകരം എന്താ അവിടെ സംഭവിക്കണേ? പലപ്പോഴും അവിടെ റൈബോസോമിന്റെ ഒരു ചെയിൻ തന്നെയാണ് വരിക, ഒരു പട തന്നെ വരും. ഓക്കെ, നമ്മൾ അതിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളിപ്പം വീട്ടിലേക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിലെ ഒരാളെ നമ്മൾ ചായ അടിക്കാൻ വിളിച്ചാൽ ഒരാളാണ് വരിക? അല്ലല്ലോ, ഒരു പട തന്നെ വരൂലേ? അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ചായ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം അവൻ്റെ കൂടി അല്ല അവളുടെ കൂടി ഒരു ഗ്രൂപ്പ് തന്നെ വരും. അതേപോലെ തന്നെ റൈബോസോംസ് എങ്ങനെയാണ് വരിക? ഒരു ചെയിൻ പോലെയാണ് വരിക. ഓക്കെ, ഒരു ചെയിൻ പോലെയാണ് നമ്മുടെ റൈബോസോംസ് എന്ത് ചെയ്യുക, വരിക. അപ്പം ഇതെന്താണ്? റൈബോസോംസ് ആണ്. ഓക്കെ, ഈ റൈബോസോംസ് എന്ത് ചെയ്യും? നേരെ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും. അതായത് ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈബോസോംസ് എന്ത് ചെയ്യും? റൈബോസോംസിന്റെ പരിപാടി എടുക്കും. എന്താ റൈബോസോംസിന്റെ പരിപാടി? ട്രാൻസ്ലേഷൻ. അതിലെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ അല്ലേ? അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടുക? ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും? പ്രോട്ടീൻസ് കിട്ടും. അപ്പോൾ ഒരു പ്രോട്ടീനാണ് കിട്ടുക? അല്ല, പല പ്രോട്ടീൻ കിട്ടും അല്ലേ? ഞാൻ പ്രോട്ടീൻ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരയ്ക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടി. നമുക്ക് എന്ത് ചെയ്യും? പല പ്രോട്ടീൻസ് കിട്ടൂലേ? ഇതെന്താണ്? പ്രോട്ടീനാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം പ്രോട്ടീനെ? പോളിപെപ്റ്റൈഡ് എന്ന് വിളിച്ചാൽ തെറ്റുണ്ടോ? പോളിപെപ്റ്റൈഡ് എന്ന് വിളിച്ചാൽ തെറ്റുണ്ടോ? ഇല്ലല്ലോടാ. കാരണം എന്താ? പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പെപ്റ്റൈഡ് ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് എന്നാ. പ്രോട്ടീനിൽ ഒരുപാട് പെപ്റ്റൈഡ് ബോണ്ട് ഇല്ലേ? ഉണ്ട്. സോ ടെക്നിക്കലി പറഞ്ഞാൽ ഇതാണ് നടക്കുന്നത് ട്രാൻസ്ലേഷനകത്ത്. റൈബോസോമിൻ്റെ ഒരു ചെയിൻ തന്നെ വരും. അവർ പോയിട്ട് mRNAയിൽ ബൈൻഡ് ചെയ്യും. എന്തെന്ന് സംഭവിക്കും? പലതരം പോളിപെപ്റ്റൈഡ്സ് ഒരേ സമയത്ത് ഒരൊറ്റ mRNAയിൽ നിന്ന് ഉണ്ടാവും. ഇങ്ങനെയും നടക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് ചോദ്യം എന്താ ചോദിച്ചത്? ഇങ്ങനെ വരുന്ന ചെയിൻ ഓഫ് റൈബോസോംസ് അവരെന്താ വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചെയിൻ ഓഫ് റൈബോസോംസിനെ എന്ത് വിളിക്കുന്നു? ഞാൻ കോമൺ സെൻസിൽ ഞാൻ ചോദിക്കട്ടെ. കുറേ പെപ്റ്റൈഡ് ബോണ്ടുള്ള ഒരു കോമ്പൗണ്ടിനെ പോളിപെപ്റ്റൈഡ് എന്ന് വിളിച്ചു. ഇവിടെ കുറേ റൈബോസോം ഉണ്ട്. അപ്പം നമുക്ക് പോളിസോം എന്ന് വിളിച്ചൂടെ? നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടോ? എടാ, ഇവിടെ ചുമ്മാ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുമ്പം ഈ പെപ്റ്റൈഡ് ഒന്നും അറിയാത്ത കൊച്ചാന്ന് വിചാരിച്ചോ? കൊച്ചിന് ഒന്നും അറിയത്തില്ല, ഒന്നും പഠിച്ചിട്ടില്ല ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പക്ഷേ കോമൺ സെൻസ് വെച്ച് ആലോചിക്കാലോ. ഈ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ അമിനോ ആസിഡിന്റെ ഇടയിലുള്ള ബോണ്ടാണ്. അത് കുറേ എണ്ണം ഉണ്ടാകുന്ന സമയത്താണ് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു പോളിപെപ്റ്റൈഡ് ഉണ്ടാകുന്നത്. സോ പോളി എന്ന് പറയുമ്പോൾ കുറേ എന്നുള്ളൊരു അർത്ഥം ഉണ്ടല്ലോ. മോണോ എന്ന് പറയുമ്പോൾ 1, ഡൈ എന്ന് പറയുമ്പോൾ 2, ട്രൈ എന്ന് പറയുമ്പോൾ 3, പോളി എന്ന് പറയുമ്പോൾ കുറേ അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ റൈബോസോംസ് കുറേ എണ്ണല്ലേ വരുന്നത്. അപ്പം നമുക്ക് പോളിസോം എന്ന് വിളിച്ചൂടെ? സോ ഇങ്ങനെ വരുന്ന ചെയിനെ വിളിക്കുന്ന പേര് എന്താടാ? പോളിസോംസ് എന്നാണ്. സോ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇതാണ് സംഭവം. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന സാധനം ഇതാണ്. ഈ പറഞ്ഞ വലിയ സംഭവങ്ങളൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. ഈ പടയായിട്ട് വരുന്നതും പ്രോട്ടീൻ ഉണ്ടാക്കുന്നതുമാണ് പറഞ്ഞത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ഈ സെല്ലെ പോളിസോം എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ആർ നോൺ ആസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ്? എവിടെ ചീഫ് പ്രൊഡ്യൂസേഴ്സ്? ഇൻ ദി ഓഷ്യൻസ്. കടലിൽ അല്ലെങ്കിൽ നമ്മുടെ അക്വാറ്റിക് സിസ്റ്റം ഫുഡ് ചെയിൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആരാന്ന് ചോദിച്ചിട്ടുള്ളത്. ഡയറ്റംസ് ഉണ്ട്, സൈനോബാക്ടീരിയ ഉണ്ട്, ഡൈനോഫ്ലജലേറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ഉണ്ട്. എടാ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അതൊന്നും ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഡയറ്റംസ് ആണ്. ഓക്കെ, ഡയറ്റംസിനെ പറ്റി നമ്മൾ ഒരുപാട് കാറ്ററിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ അല്ലേ, സോപ്പ് ബോക്സ് വെച്ച പോലത്തെ സ്ട്രക്ചർ ആണ്. അങ്ങനെ പലതും നമ്മൾ ഡയറ്റംസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സംഭവം കൂടിയാണ് എന്ത്? ഇവർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഓഷ്യനിലെ. ഇവർ പ്ലാങ്ക്ടൺസ് ആണ്. അപ്പോൾ സിംപ്ലി എന്ത് സംഭവിക്കും? അവരാണ് ഫുഡ് ചെയിൻ്റെ ഒരു ബേസിക് പ്രൊഡ്യൂസറായിട്ട്. ഫുഡ് ചെയിൻ്റെ ബേസിക് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന ആരാണ്? ഡയറ്റംസ് ആണ് ഓഷ്യനിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഡയറ്റംസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ. സീലിയേറ്റ്സ് ഡിഫർ ഫ്രം ഓൾ ദ പ്രോട്ടോസോവൻസ് ഇൻ. ഈ സീലിയേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ തന്നെയാണ്. പക്ഷെ മറ്റ് പ്രോട്ടോസോവനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തോ ഒന്ന് സീലിയേറ്റ്സിനുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹാവിങ് എ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഫോർ റിമൂവിങ് എക്സസ് വാട്ടർ,
using pseudopodia for capturing prey, using flagella for locomotion, having 2 types of nuclei. എടാ ഞാൻ പറയട്ടെ, പല പ്രോട്ടോസോൺസിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞ 3 എണ്ണവും. ഓക്കെ, പല പ്രോട്ടോസോൺസിനും ഉണ്ട്. സീലിയേറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഒരിക്കലും അത് 3 അല്ല. ഏതാണ്? ഹാവിങ് 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ ആണ്. സീലിയേറ്റ്സിന് സീലിയ ഉണ്ട്, ശരിയാണ്, പക്ഷെ അത് മറ്റു പ്രോട്ടോസോൺസിനും ഇല്ലേ. എവിടെ ചോദിച്ചത് സീലിയേറ്റ്സിന്റെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്താ അവർക്ക് 2 ന്യൂക്ലിയൈ ഉണ്ടെന്നുള്ളതാണ്. ഏതൊക്കെയാണ് 2 ന്യൂക്ലിയൈ? ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. അവർക്ക് സൊമാറ്റിക് മാക്രോ ന്യൂക്ലിയൈ ഉണ്ട്. ഓക്കെ, സൊമാറ്റിക് മാക്രോ ന്യൂക്ലിയൈ കുറച്ച് സൈസിൽ കൂടുതലുള്ള ഒരു ന്യൂക്ലിയൈ ആണ്. സൊമാറ്റിക് മാക്രോ ന്യൂക്ലിയൈ ഉണ്ട്. അതേപോലെ തന്നെ ജേം ലൈൻ മൈക്രോ ന്യൂക്ലിയൈ ഉണ്ട്. ഏതൊക്കെയുള്ളത്? സൊമാറ്റിക് മാക്രോ ന്യൂക്ലിയൈയും ജേം ലൈൻ മൈക്രോ ന്യൂക്ലിയൈയും. അങ്ങനെ 2 ടൈപ്പ് ന്യൂക്ലിയൈ ഉള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? സീലിയേറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് പ്രോട്ടോസോൺസിൽ നിന്ന് ഇവരെന്ത് ചെയ്യുന്നത് വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഗുഡ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ്, ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സൊമാറ്റിക് മാക്രോ ന്യൂക്ലിയൈയും ജേം ലൈൻ മൈക്രോ ന്യൂക്ലിയൈയും ആണ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുന്നത്? സീലിയേറ്റ്സിൽ കാണാൻ പറ്റുന്നത്. അതാണ് സീലിയേറ്റ്സിനെ മറ്റു പ്രോട്ടോസോണിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ ഒരു ഘടകം അല്ലേ? ഘടകമല്ലേ? എന്തായാലും ആ സാധനം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്കാണ് പോകുന്നത്. വീണ്ടും മറ്റൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സിട്രസ് കാങ്കർ. ഓക്കെ, സിട്രസ് കാങ്കർ ആരാണ് ഉണ്ടാക്കുന്നത്? സിട്രസ് കാങ്കർ ആരാണ് ഉണ്ടാക്കുന്നത്? ക്സാന്തോമോണാസ് അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു കളർ കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഐ ജസ്റ്റ് ചേഞ്ച് ദ കളർ ടു സംതിങ് എൽസ്. ഓക്കെ, ഗ്രീൻ പറ്റത്തില്ല. ഓക്കെ, ഐ തിങ്ക് ഐ ചേഞ്ച് ടു യെല്ലോ. ഓക്കെ, ക്സാന്തോമോണാസ് സിട്രി അല്ലേ? സബ്സ്പീഷീസ് സിട്രി തന്നെ. ക്സാന്തോമോണസ് സിട്രി ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഈ പറഞ്ഞ സിട്രസ് കാങ്കർ ഉണ്ടാക്കുന്നത്. അതെന്താണ്? അതൊരു വൈറസാണ്. വൈറസാ ആ വൈറസ് ആണെന്ന് പറഞ്ഞ തല ഇങ്ങനെ ഇത് കുറേ പേരുണ്ടല്ലോ. ഞാൻ വരുന്നുണ്ട്, ഞാൻ ഉറക്കത്താണെങ്കിലും ഞാൻ വരും. വൈറസ് അല്ല, സാന്തോമോണസ് സിട്രി എന്താണ്? ബാക്ടീരിയ ആണ്. സാന്തോമോണസ് സിട്രി എന്താണ്? ബാക്ടീരിയ ആണ്. സോ സിട്രസ് കാങ്കർ ഉണ്ടാക്കുന്നത് എന്താണ്? ബാക്ടീരിയ ആണ് സിട്രസ് കാങ്കർ ഉണ്ടാക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 5th ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ മാച്ച് ദ ഫോളോയിങ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരാളെ പിടിക്കുക, ആ ആളെ വെച്ച് നോക്കുക എന്നുള്ളതാണ്. എല്ലാ ഓപ്ഷൻസും മാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരാളെ മാച്ച് ചെയ്യുക, എന്നിട്ട് ഓപ്ഷൻസിലേക്ക് പോവാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മേ ബി വൈറോയിഡ് അല്ലെ? വൈറോയിഡ് കുറച്ച് ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? വൈറോയിഡിനെ പറ്റി നമ്മൾ പഠിക്കും, കാരണം അത് പുതിയ സാധനമാണ്. അവിടെ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ഇനി പോട്ടെ, വേണ്ട, വൈറോയിഡ് നിങ്ങൾ വിട്ടെ. സെല്ല്. എടാ, സെല്ലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാ? ഷ്വാനിനെ പറ്റി പറയുന്നില്ലടാ. സെല്ലിനെ പറ്റി പറയുമ്പോൾ ഷ്വാനിനെ പറ്റി പറയുന്നില്ലേ? ഉണ്ട്. അതേപോലെ വൈറോയിഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആരെ പറ്റിയാ പറയുക? ടിയോഡൈനറെ പറ്റിയാ പറയുക. ടിയോഡൈനറാണ് എന്ത് ചെയ്യുന്നത്? വൈറോയിഡ് എന്ന് പറയുന്നത്, വൈറോയിഡിനെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ എന്തുണ്ട്? സെല്ലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഷ്വാൻ, സ്ക്ലീഡർ ആൻഡ് ഷ്വാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാത്രം വെച്ച് നമുക്ക് നോക്കാം. B2 ആണ്. B2ൽ എത്ര ഓപ്ഷൻ? ഇവിടെ B2 ആണ്. ഓക്കെ, അണ്ടർ കൺസിഡറേഷൻ. ഇവിടെ B1 ആണ്, എലിമിനേറ്റഡ്. ഇവിടെ B2 ആണ്, ഇവിടെയും B2 ആണ്. സോ ഇത് 3 അണ്ടർ കൺസിഡറേഷൻ ആണ്. അപ്പോൾ നമുക്ക് സിയിലേക്ക് പോവാം. C1 അല്ലേ? ഇവിടെ C1 ആണോ? അല്ല, ഇവിടെ C1 ആണോ? ഇത് ഓൾറെഡി എലിമിനേറ്റഡ് ആണ്. ഇവിടെ C1 ആണോ? അല്ല, എലിമിനേറ്റഡ്. ഇവിടെ C1 ആണോ? അതെ, അണ്ടർ കൺസിഡറേഷൻ. ഇവിടെ C1 ആണോ? അല്ല, എലിമിനേറ്റഡ്. സോ ഇതെന്താണ്? ഫൈനൽ ഓപ്ഷൻ ആയി. സോ ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി വൈറസോ റൈബോസോമോ നോക്കേണ്ട ആവശ്യമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക? വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ആരാണോ അവരെ നോക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ കേസിലും അങ്ങനെ ഉണ്ടായിക്കോളുന്നില്ല. ഇപ്പോൾ ഇവിടെ സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൺസ് ഇതിൽ ഒരാൾ എലിമിനേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ സി ഇവിടെ സെയിം ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സി എടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഒന്നും വേണ്ട, മനസ്സിലായിട്ടില്ലെങ്കിൽ സാരല്ല, വിട്ടേര്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. 4 ആളെ മാച്ച് ചെയ്യേണ്ട കാര്യമില്ല, 1 or 2 ആൾക്കാരെ മാച്ച് ചെയ്യുക. ആ മാച്ച് ചെയ്തതിനനുസരിച്ച് ഓപ്ഷൻസിൽ നോക്കുക, എലിമിനേറ്റ് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇതാണ് മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലാണ്ട് എല്ലാവരെയും മാച്ച് ചെയ്തിട്ട് ഓപ്ഷൻ നോക്കലല്ല കേട്ടോ. അതിന് മാത്രമുള്ള സമയം നമുക്ക് ബയോയിൽ സ്പെൻഡ് ചെയ്യാൻ ഇല്ല, കാരണം നമ്മൾ ബയോളജി മാത്രമല്ല നീറ്റിൽ എഴുതുന്നത്. ഓക്കെ, വൈറോയിഡ്സ് ഡിഫർ ഫ്രം വൈറസസ്. വൈറസും വൈറോയിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചത്. കുഞ്ഞു കുട്ടിക്കാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും കൂരാക്കൂരിട്ടിലാണെങ്കിലും വായിക്കാൻ പറ്റുന്ന സാധനമാണ് എന്ത് വൈറോയിഡിന് ഒരിക്കലും പ്രോട്ടീൻ കോട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം RNA മോളിക്യൂൾ വിത്തൗട്ട് പ്രോട്ടീൻ കോട്ടാണ് ആരെന്ന് പറയുന്നത്? വൈറോയിഡ് എന്ന് പറയുന്നത്. വൈറസ് എന്ന് പറയുമ്പോൾ DNA മോളിക്യൂൾ ആവാം, RNA മോളിക്യൂൾ ആവാം, എന്തോ ആവട്ടെ, എന്തുണ്ടാവും? വ്യക്തമായൊരു പ്രോട്ടീൻ കോട്ട് അല്ലേ?
അങ്ങനെ ഒരു DNA മോളിക്യൂൾ ആണെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു പ്രോട്ടീൻ കോഡ് ഉള്ള ആളാണ് ആരെന്ന് പറയുന്നത്, വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ വൈറോയ്ഡ് ആണെങ്കിലോ അതിന് പ്രോട്ടീൻ കോഡ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, വൈറോയ്ഡ് ആണ്. പ്രോട്ടീൻ കോഡ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതെന്താണ്, RNA മോളിക്യൂളും കൂടി ആണ്. അതാണ് വൈറോയ്ഡ് എന്ന് പറയുന്നത്. സോ വൈറോയ്ഡിൻ്റെ എന്താണ്, RNA മോളിക്യൂൾ വിത്തൗട്ട് പ്രോട്ടീൻ കോഡ്. ഓപ്ഷൻ എ ആണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോയാൽ ക്വസ്റ്റൻ നമ്പർ 7 ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. കഴിഞ്ഞ് ബാക്കി വായിക്കാൻ ഞാൻ സമയമില്ല, വായിക്കണ്ട. സ്മോളസ്റ്റ് ലിവിങ് സെൽ ഏതാ, മൈക്രോപ്ലാസ്മ. പൊയ്ക്കോ, അതായത് ബാക്കി വായിക്കേണ്ട സമയമൊന്നും ഇവിടെ ഇല്ല. അവിടെ സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം ഉണ്ടോ? പക്ഷെ എന്തായാലും നമുക്കത് വായിക്കാമല്ലോ, ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നോൺ വിത്തൗട്ട് ഡെഫിനറ്റ് സെൽ വാൾ ഇല്ല. പാത്തജനിക് ടു പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്, ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. നമ്മളെ ആരെ പറ്റിയാണ് പറയുന്നത്, മൈക്കോപ്ലാസ്മിനെ പറ്റിയാണ് പറയുന്നത്. എടാ സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ആരായി, മൈക്കോപ്ലാസ്മയായി. പിന്നെ ബാക്കി എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓടിച്ചിട്ട് വായിച്ചാൽ അത് മൈക്കോപ്ലാസ്മിനെ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് മൈക്കോപ്ലാസ്മ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്മോളസ്റ്റ് ലിവിങ് സെല്ലൊക്കെ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയണ്ടാവില്ല. ഇല്ല, എൻ്റെ അനിയൻ 7ാം ക്ലാസ്സിലാണ്, അവനറിയത്തില്ല. പക്ഷേ ഒരു 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്തായാലും മൈക്കോപ്ലാസ്മിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ സാഡ്, പത്തറ്റിക്, അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്കോറൈസേ എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചത്. എന്താണ് മൈക്കോറൈസേ എന്താ, ഫംഗസും അതേപോലെ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് അല്ലെ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള ഒരു എന്താ അവിടെ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് അല്ലേ തമ്മിലുള്ള എന്ത് റിലേഷനാ, എടാ സിംബയോട്ടിക് റിലേഷൻ അല്ലെങ്കിൽ സിംബയോസിസ് അല്ലെങ്കിൽ മ്യൂച്വലിസം അല്ലേ, സിംബയോസിസ് അല്ലെങ്കിൽ മ്യൂച്വലിസം എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അതായത് ഇവിടെ രണ്ടുപേർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. ഫംഗസിന് എന്താ ബെനിഫിറ്റ്, ഫംഗസിന് ജീവിക്കാൻ ഒരു ഇടം കൊടുക്കുകയാണ് നമ്മളെ പ്ലാന്റ് എന്ന് പറയുന്നത്. വളരെ എന്താ പറയുക, സെൽഫ്ലെസ് ആയിട്ടുള്ള കാര്യം. പക്ഷെ സെൽഫ്ലെസ് ആണോ, അല്ല. കാരണം എന്താ, ഫംഗസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൂട്ട്സിനെ സഹായിക്കുന്നുണ്ട്, അബ്സോർപ്ഷനും മറ്റ് പല ഫംഗ്ഷനും വേണ്ടിയിട്ട് ഫംഗസ് പ്ലാന്റ്സിനെ സഹായിക്കുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകുന്നതിനാണ് സിംബയോസിസ് അല്ലെങ്കിൽ മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അമെൻസാലിസ് അല്ല. കാരണം അമെൻസാലിസ് എന്ന് പറയുന്നത് ഒരാൾ അൺഎഫക്റ്റഡ് ആയിരിക്കും, മറ്റേയാൾക്ക് എന്തെങ്കിലും ഹാമോ അല്ലെങ്കിൽ മറ്റേയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രോയോ സംഭവിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിലാണ് അമെൻസാലിസ് എന്ന് പറയുക. ഫംഗിസ്റ്റാസിസും അല്ല, ആന്റിബയോസിസും അല്ല. ഇറ്റ്സ് എ ക്ലിയർ ഓപ്ഷൻ. എന്താണ്, ഓപ്ഷൻ എ മ്യൂച്വലിസ് ആണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 9ലേക്ക് പോവാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഐഡന്റിഫൈ ദി ആക്യുറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് മീസോസോം. എടാ മീസോസോം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓപ്ഷൻ വായിക്കാം. മീസോസോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ വരച്ച് കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, സെൽ വാൾ ഇതാണെന്ന് വിചാരിച്ചോ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, എടാ മൈറ്റോകോൺട്രിയയിലെ ക്രിസ്റ്റൽ ഒന്നും പറഞ്ഞേക്കല്ലടാ, അതല്ല ഞാൻ വരയ്ക്കുന്നത്, അതുപോലെ ഇല്ലല്ലോ. എടാ ഇതെന്താ സംഭവം, ഇത് സെൽ വാളാണ്. ഓക്കെ, എഴുതി വെച്ചേക്കാം, കാരണം എൻ്റെ വരയ്ക്കുന്നത് ഞാൻ നോട്ട് ഈവൻ ഗുഡ് അറ്റ് ഡ്രോയിങ്. അപ്പം സെൽ വാൾ ഉണ്ട്, അതേപോലെ എന്താണ്, പ്ലാസ്മ മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, ഈ പ്ലാസ്മ മെംബ്രെയിൻ ഇത് ആളാരാ, പ്രോകാരിയോട്ടാ. ഓക്കെ, അതിവിടെ എഴുതി വെച്ചേക്കാം, പ്രോകാരിയോട്ട്. ഈ പ്രോകാരിയോട്സിൽ ഈ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളോട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു സംഭവത്തിനെയാണ് മീസോസോം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക, മീസോസോം. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അറിയുമായിരുന്നെങ്കിൽ ഡയറക്റ്റ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ. ഓക്കെ, പ്രത്യേകിച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഓഫ് പ്രോകാരിയോട്ടിക് സെൽ ഫോംഡ് ബൈ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ടു ദി സൈറ്റോപ്ലാസം. കാരണം ഇവിടെ ഉള്ളിലുള്ള ആരാണ്, സൈറ്റോപ്ലാസം ആണ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം അല്ലേ, അതെ. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് നിങ്ങൾ മീസോസോം എന്ന് പറയുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫിഗറോ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടാണ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമല്ല കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു എന്താ പറയുക 10 നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, എല്ലാ നീറ്റ് പേപ്പറിനാണെങ്കിലും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു ഫേവറേറ്റ് സാധനമാണ് നീറ്റുകാരുടെ, NTAയുടെ ഒരു ഫേവറേറ്റ് സംഭവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അസേർഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ന്യൂറോസ്പോറ ഇസ് കോമൺലി കോൾഡ് വാട്ടർ മൗൾഡ്. ന്യൂറോസ്പോറ ഒരു മൗൾഡാണ്, ഒരു ഫംഗയാണ്, നമുക്കറിയാം. പക്ഷേ വാട്ടർ മൗൾഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അസേർഷൻ. റീസൺ എന്താ, ഇറ്റ് ബിലോങ്സ് ടു ബെസിഡിയോമൈസൈറ്റ്സ്. തെറ്റെഴുതാനും എന്ത് വേണം, കഴിവാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടോ, നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, ഓക്കെ, തെറ്റെഴുതി വെക്കുക.
തെറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി ഫ്രണ്ടിന് കൊടുക്കുക, ഫ്രണ്ടിനോട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശരി മാത്രം ഇടാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ നിങ്ങൾ തെറ്റും ഉണ്ടാക്കേണ്ടി വരും. തെറ്റുണ്ടാക്കാനും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ തെറ്റായിട്ട് എഴുതാനും എന്ത് ചെയ്യണം? അറിവ് വേണം. ഇല്ലെങ്കിൽ പോയി. കാരണം എന്താ, ന്യൂറോസ്പോറൈസ് വാട്ടർ മൗൾഡ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് അറിയണമെങ്കിൽ എന്തറിയണം? ന്യൂറോസ്പോറൈനെ വാട്ടർ മൗൾഡ് എന്നല്ല, പിങ്ക് ഓർ റെഡ് ബ്രെഡ് മൗൾഡ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? പിങ്ക് അല്ലെങ്കിൽ റെഡ് ബ്രെഡ് മൗൾഡ്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, കോമൺ നെയിം ഇതിൻ്റെ ന്യൂറോസ്പോറൈഡ്. അല്ലാണ്ട് വാട്ടർ മൗൾഡ് ആണോ? അല്ല. അപ്പോൾ അസേർഷൻ എന്ത് ചെയ്തു? തെറ്റി. ഇവിടെ നിങ്ങൾ ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, അതേപോലെ തന്നെ അസേർഷൻ റീസണിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അസേർഷൻ തെറ്റാണ്, റീസൺ തെറ്റാണ്. അതേപോലെ അസേർഷൻ തെറ്റാണ് പക്ഷെ റീസൺ ശരിയാണ്. അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, പക്ഷെ അസേർഷൻ റീസണിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ അസേർഷൻ തെറ്റാണ് നമുക്ക് എന്തായാലും ഉറപ്പായി. അപ്പോൾ അസേർഷൻ തെറ്റാണെങ്കിൽ ഈ ഓപ്ഷൻ ഏതൊക്കെ ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യും? അസേർഷൻ തെറ്റാണെങ്കിൽ, അസേർഷൻ തെറ്റാണല്ലോ, അപ്പോൾ അസേർഷൻ തെറ്റാണെങ്കിൽ ഇത് എലിമിനേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇതും എലിമിനേറ്റ് ചെയ്യാം. ഇനി റീസൺ ശരിയാണോ നോക്കിയാൽ മതി. ഇറ്റ് ബിലോങ്സ് ടു ബെസീഡിയോമൈസൈറ്റ്സ് ആണോടാ? അല്ല. അത് എന്തിലാണ് ബിലോങ് ചെയ്യുന്നത്? ആസ്കോമൈസൈറ്റ്സ് ആണ്. ഓക്കെ, ആസ്കോമൈസീറ്റ്സ് അല്ലെങ്കിൽ ആസ്കോമൈസൈറ്റ്സിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ന്യൂറോസ്പോറ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? റീസണും തെറ്റാണ്. സോ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ദിസ് ഇസ് യുവർ ഫൈനൽ ഓപ്ഷൻ, ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു, കുഞ്ഞു സെഷനാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ഫോളോയിങ് ഡിസ്കസ് ചെയ്തു, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അല്ലാതെ വൺ വേർഡ് പോലത്തെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മാത്രം പഠിച്ചു പോകണമെന്നൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് നമ്മുടെ റിവിഷൻ പോലെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും സുഖമായിട്ട് പോയിട്ട് കിടന്ന് ഉറങ്ങിക്കും. ഗുഡ് നൈറ്റ്, ബൈ ബൈ.